നമസ്കാരം. കേരള രാഷ്ട്രീയത്തെയും സാമൂഹ്യ സാഹചര്യങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ച ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും സുപ്രീം കോടതിയുടെ സജീവ പരിഗണനയിലേക്ക്. യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന റിവ്യൂ ഹർജികൾ ഉൾപ്പെടെയുള്ളവ വരുന്ന തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ദീർഘമായ 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല വിഷയം സുപ്രീം കോടതിയുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. തിങ്കളാഴ്ച കോടതി പരിഗണിക്കുന്ന കേസുകളിൽ 44-ാമതായിട്ടാണ് ശബരിമല കേസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2019 ശബരിമല കേസ് 9 അംഗ വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരുന്നുവെങ്കിലും കോവിഡ് സാഹചര്യങ്ങൾ മൂലം നടപടികൾ നീണ്ടുപോവുകയായിരുന്നു. അന്ന് ആ ബെഞ്ചിലുണ്ടായിരുന്ന ജഡ്ജിമാരിൽ നിലവിൽ സർവീസിലുള്ള ഏക ജഡ്ജിയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. തിങ്കളാഴ്ച 3 അംഗ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ വിശാല ബെഞ്ചിന്റെ വാദം എന്ന് തുടങ്ങണമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് സംസ്ഥാനം കടക്കാനിരിക്കെ കേസ് വീണ്ടും കോടതിയിലെത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർണായകമാണ്. മുൻപ് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച സംസ്ഥാന സർക്കാർ പുതിയ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. വിശ്വാസികൾക്കൊപ്പം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന UDF-ഉം BJP-യും കോടതി നടപടികളെ രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗിക്കുമെന്നത് നിർണായകമാകും. 2018 സെപ്റ്റംബർ 28-നാണ് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ചരിത്രവിധി പുറപ്പെടുവിച്ചത്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വിധിച്ചു. 5-അംഗ ബെഞ്ചിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമാണ് വിധിയോട് വിയോജിച്ചത്. മതവിശ്വാസങ്ങളിൽ കോടതി ഇടപെടരുതെന്നായിരുന്നു അവരുടെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഹർജികളിൽ വാദം നടക്കുമോ എന്നത് ശ്രദ്ധേയമാണ്. ഹർജികൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് തങ്ങളുടെ നിലപാട് അറിയിക്കേണ്ടി വരും. നേരത്തെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത്. 1990-ൽ എസ് മഹേന്ദ്രൻ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിക്ക് അയച്ച ഒരു കത്ത് പൊതുതാൽപര്യ ഹർജിയായി ഹൈക്കോടതി പരിഗണിച്ചതോടെയാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം കോടതി കയറിയത്. കോടതിയുടെ പരിഗണനയിലുള്ള പ്രധാന വിഷയങ്ങൾ ഇവയാണ്. 1. സ്ത്രീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന റിവ്യൂ ഹർജികൾ. മതസ്വാതന്ത്ര്യവും ലിംഗസമത്വവും തമ്മിലുള്ള ഭരണഘടനാപരമായ തർക്കങ്ങൾ. ശബരിമല അയ്യപ്പ ഭക്തരെ പ്രത്യേക മതവിഭാഗമായി പരിഗണിക്കാനാകുമോ എന്ന ചോദ്യം എന്നിവയാണ്. തിങ്കളാഴ്ച സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഓരോ പരാമർശവും കേരളത്തിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി തെറ്റായിരുന്നുവെന്നും യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമാണെന്നുമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടക്കവേ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അന്ന് വ്യക്തമാക്കിയത്. സർക്കാർ സുപ്രീം കോടതിയുടെ വിധി മാനിച്ചു. ജനകീയ വികാരം എന്തെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് പിന്മാറി. ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതില്ലെന്നായിരുന്നു കടകംപള്ളി അന്ന് പറഞ്ഞത്. ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് തോന്നുന്നത്. സർക്കാർ സുപ്രീം കോടതി വിധിയെ ഭരണഘടനാപരമായി മാനിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും പമ്പയിൽ വെച്ച് കടകംപള്ളി പറഞ്ഞിരുന്നു. മന്ത്രിയായിരുന്നപ്പോൾ കോടതി വിധി നടപ്പാക്കാനാണ് തീരുമാനമെന്നായിരുന്നു കടകംപള്ളിയുടെ നിലപാട്. ഈ നിലപാടിന് വിരുദ്ധമായിട്ടായിരുന്നു അദ്ദേഹം പിന്നീട് തൻ്റെ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ശബരിമല യുവതീ പ്രവേശനം കഴിഞ്ഞ അധ്യായമാണെന്നും CPM വിശ്വാസികൾക്കൊപ്പമാണെന്നുമായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആ ഘട്ടത്തിൽ പ്രതികരിച്ചത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പ്രീണനമാണ് ലക്ഷ്യമിടുന്നതെന്ന പ്രചരണം വർഗീയവാദികളുടേതാണ്. ഒരു വിശ്വാസത്തിനുമെതിരായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം പാർട്ടിക്കില്ല എന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അന്ന് പറഞ്ഞത്. ഇത്തരം പ്രതികരണം നടത്തിയ CPM നേതാക്കളുടെയും പാർട്ടിയുടെയും ഇനിയുള്ള നിലപാട് എന്തെന്നതും ചോദ്യമാണ്.